മക്കളെ എടാ നോക്കടാ, സിമ്പിൾ ചാപ്റ്റർ, ഫിഗർ വൈസ് ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ച് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. ഓക്കെ, മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഇതൊന്നും പഠിക്കാതെ ഒരാളും പോകരുത്. വളരെ സിമ്പിളാണ്. ബോട്ടണിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോറിംഗ് ഉള്ള ഒരു ഏരിയയാണ്. എടാ നോക്കടാ, റീജിയൻസ് ഓഫ് റൂട്ട്. റൂട്ടിൻ്റെ റീജിയൻസ് ഒന്ന് നമുക്ക് പഠിക്കാം. പറ ഫസ്റ്റ് ഇത് മാത്രം. ഇതൊരു റൂട്ടാന്ന് വിചാരിക്കുക കേട്ടോ, സാറ് ഒരു തട്ടിക്കൂട്ടി ചിത്രം വെച്ചാണ്. ഈ ഒരു മോൾ ഭാഗമാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അവിടെയാണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. റീജിയൻ ഓഫ് മെച്ചുറേഷൻ, ആ ഭാഗത്താണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. ഇതാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ നീളം കൂടുന്ന ഭാഗം. ഇതാണ് ഈ ലാസ്റ്റുള്ള ഈ ഭാഗത്താണ് ഡിവിഷൻ, സെൽ ഡിവിഷനൊക്കെ നടക്കുക. ഈ ഭാഗമാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിൻ്റെ താഴെയാണ് റൂട്ട് ക്യാപ്പ് ഉണ്ടാവുക കേട്ടോ. റൂട്ട് ക്യാപ്പ് ഇതിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. അത് വാട്ടറിനൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. എടാ മക്കളെ നോക്കടാ, വാട്ട് ഈസ് വീനേഷൻ? എടാ ലീഫിൽ ഈ ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇല എടുത്ത് നോക്കിയാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓൺ ലീഫ്, അതിന് വിളിക്കുന്ന വാക്കാണ് വീനേഷൻ. സിമ്പിളാണ്. രണ്ട് ടൈപ്പാണ്, റെറ്റിക്കുലേറ്റും പാരലൽ. റെറ്റിക്കുലേറ്റിന് എക്സാമ്പിളാണ് ഡൈക്കോട്ട്, പാരലൽ എക്സാമ്പിളാണ് മോണോക്കോട്ട്. ജസ്റ്റ് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ടൈപ്സ് ഓഫ് ലീഫ്. ലീഫ് രണ്ട് ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. കോമ്പൗണ്ടിന് രണ്ട് ടൈപ്പ് ആക്കിയിട്ടുണ്ട്, പിന്നേറ്റ്ലി കോമ്പൗണ്ട്, പാമേറ്റ്ലി കോമ്പൗണ്ട്. അതിന് ഓരോ എക്സാമ്പിൾ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എക്സാമ്പിളാണ് നീം, പാമേറ്റ്ലി കോമ്പൗണ്ട് എക്സാമ്പിളാണ് സിൽക്ക് കോട്ടൺ. അത്ര മാത്രം. എടാ വാട്ട് ഈസ് ഫില്ലോടാക്സി? വാട്ട് ഈസ് ഫില്ലോടാക്സി? ഉറപ്പായിട്ട് ഒരു മാർക്കിന് വരും. അറേഞ്ച്മെൻറ്റ് ഓഫ് ലീഫ് ഓൺ സ്റ്റെം. എടാ ലീഫ്, ഒരു സ്റ്റെമ്മിൽ ലീഫ് എങ്ങനെ അറേഞ്ച് ചെയ്തുള്ളൂ? ഒറ്റ ലീഫ് ഉള്ളോ? ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലീഫ് ഉള്ളോ? അതോ ഒറ്റ സ്ഥലത്ത് നിന്ന് രണ്ട് ലീഫ് ഉണ്ടോ? ഒറ്റ സ്ഥലത്ത് നിന്ന് രണ്ട് കൂടുതൽ ലീഫ് ഉണ്ടോ? അങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് നോക്കിയടാ. ആൾട്ടർനേറ്റീവ്, ഓപ്പോസിറ്റ്, വോൾഡ്. ആൾട്ടർനേറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ ലീഫ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഓപ്പോസിറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ലീഫ് ഉണ്ടാവും. വോൾഡിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ രണ്ടല്ല 3 or 4 ലീഫ് ഉണ്ടാവും. കണ്ടോ? ജസ്റ്റ് അത്ര മാത്രം. എടാ ഓരോന്നിന് എക്സാമ്പിളും പഠിക്കുക. ഫില്ലോടാക്സി വരാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. ആൾട്ടർനേറ്റിന് എക്സാമ്പിൾ ചൈന റോസ്, ഓപ്പോസിറ്റിന് ഗുവ, വോൾഡിന് ആൽസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു ചെടി. പേരങ്ങ് കാണാതെ പഠിച്ചു വെച്ചു. ഓക്കെ എടാ, ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഫ്ലോറസൻസ്. എടാ ഫ്ലവറിലേക്ക് കടന്നേ. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ ഓൺ ഫ്ലോറൽ ആക്സിസ്. അതായത് ഒരു പൂവിൻ്റെ ഒരു തണ്ട്, അതിലുള്ള പൂവിൻ്റെ അറേഞ്ച്മെൻറ്റിന് വിളിക്കുന്ന വാക്കാണ് ഇൻഫ്ലോറസൻസ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവർ ഓൺ ഫ്ലോറൽ ആക്സിസ്. പൂവിൻ്റെ ആ ഒരു തണ്ടുമേ പൂവ് എങ്ങനെ അറേഞ്ച് ചെയ്യും? രണ്ട് ടൈപ്പ്, റെസിമോസും ഉണ്ട്, സൈമോസും ഉണ്ട്. ജസ്റ്റ് കാര്യങ്ങൾ. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, ഫ്ലവർ ബോൺ ഓൺ ലാറ്ററലി. അതായത് മെയിൻ തണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേ പോവും. പൂവ് ഇങ്ങനെ സൈഡിൽ പൂവുണ്ടാവും. ഓക്കെ, സൈഡിക്ക് പൂവ്, മെയിൻ തണ്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേ പോവും. അതാണ് റെസിമോസ്. എന്നാൽ സൈമോസ് നോക്കിയടാ, മെയിൻ ആക്സിസ് ടെർമിനേറ്റ് വിത്ത് ഫ്ലവർ. അതായത് ആ പൂവുണ്ടാവുന്ന തണ്ടില്ലേ, അതിൻ്റെ ഏറ്റവും മുകളിൽ ഫ്ലവർ. ഓക്കെ, ഇനി അത് മേലോട്ട് വളരുമോ? ഇല്ല, ആ തണ്ട് ഇനി വളരില്ല. അതിന് കാരണം അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഫ്ലവർ ഉള്ളത്. സൈഡിലാണോ ഫ്ലവർ ഉണ്ടാവുക? അല്ല, ആദ്യം ഏറ്റവും ടോപ്പിലുണ്ടാവും, പിന്നെ സൈഡിലുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഓർഡറിന് വിളിക്കണം. അതായത് ഇങ്ങനെയുള്ളതിന് ഒരു ഓർഡർ ഉണ്ട്, അതിന് വിളിക്കുന്നൊരു വാക്കാണ് അക്രോപെറ്റൽ ഓർഡർ. റെസിമോസിലാണ്. ബേസിപ്പെറ്റൽ ഓർഡർ എന്നുള്ളത് സൈമോസിലാണ്. മക്കൾ അതിൻ്റെ കൺസെപ്റ്റിലേക്കൊന്നും ഇപ്പോൾ പോകണമെന്നില്ല. ജസ്റ്റ് ആ വാക്കുകൾ എവിടെയൊക്കെ യോജിക്കുകയെന്ന് പഠിക്കുക. റെസിമോസ്, അക്രോപെറ്റൽ ഓർഡർ, സൈമോസ്, ബേസിപ്പെറ്റൽ ഓർഡർ. ഓക്കെ മതി. എടാ മക്കളെ, ഇനി വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് വരാം. ഈ 4 ചിത്രത്തിൽ ഏതും തരാം. ഇത് ഒരു ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ പച്ച സാധനം തലാമസ് ആണ് കേട്ടോ. സാർ പറഞ്ഞ് ശ്രദ്ധിച്ചു. ഈ ചിത്രം വന്നാൽ ചിത്രം ശരിക്കും അങ്ങ് നോക്കി വെച്ചോ, വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ഹൈപ്പോഗൈനസ് എന്ന് എഴുതും. വേറെ ഒന്നും വേണ്ട. ഈ ചിത്രം എന്താണ്? ഹൈപ്പോഗൈനസ്. ഇതിൽ ഓവറി എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ സുപ്പീരിയർ ഓവറി. ഇതിലെ ഓവറി എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ സുപ്പീരിയർ ഓവറി. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം മസ്റ്റാർഡ്, ചൈന റോസ്, മിഞ്ചാളൊക്കെ ഉണ്ട്. ഇനി ഈ 2 ചിത്രം കണ്ടോ, ബിയും സിയും ഒരേ സ്ഥാനമാണ് പെരിഗൈനസ്. ബിയും സിയും ഒരേ സംഭവമാണ്. വി ഷുഡ് മൂവ് ഓൺ പെരിഗൈനസ്.
ഈ രണ്ട് ചിത്രം എന്നാലും പെരിഗൈനസ്. എടാ അതിൽ ഓവറി എങ്ങനെയാ ചോദിച്ചാൽ ഹാഫ് ഇൻഫീരിയർ. എടാ എക്സാമ്പിൾ ചോദിച്ചാൽ പ്ലം പീച്ചൊക്കെ ഇല്ലേ, പ്ലം പീച്ച് അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, പ്ലം പീച്ചൊക്കെ. എടാ ഈ നാലാമത്തെ ഡി തന്നാൽ എപ്പിഗൈനസ്. അതിൽ ഓവർ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫീരിയർ ഓവറി. എന്ത് ഓവറിയാടാ മക്കളെ? ഇൻഫീരിയർ ഓവറി. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഗുവ കുക്കുംബർ, ഗുവ എഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗുവ എഴുതാം. എടാ മക്കളെ നോക്കണം, ശ്രദ്ധിക്കണം. എസ്റ്റിവേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. എസ്റ്റിവേഷൻ ഇത് വരാതെ പരീക്ഷയില്ല കേട്ടോ. പരീക്ഷയ്ക്ക് വരില്ല എങ്ങനെയെന്ന് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ 4 താഴത്തുള്ള ചിത്രം ഉണ്ടല്ലോ, അതങ്ങ് തരും. അതിൻ്റെ പേരും എക്സാമ്പിളും എഴുതാൻ പറയും. എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എന്താ? അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ്. മതി, അത്ര മാത്രം പഠിച്ചാൽ മതി. 4 ടൈപ്പ്: വാൾവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. 4 ഓരോ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചോ. കലോട്രോപ്പിസ്, ഇവിടെ കോട്ടൺ, ചൈന റോസ്. ഇംബ്രിക്കേറ്റിൽ കാഷ്യ, ഗുൽമോഹർ. വെക്സിലറിയിൽ പീ ബീൻസ്. 4 ഈ ചിത്രങ്ങളൊന്ന് നോക്കി വെച്ചോ. കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. ഇത് ജസ്റ്റ് കറക്റ്റ് ഓർഡറിൽ ഓവർലാപ്പ് ചെയ്യും. ഇതൊരു ഓർഡർ ഒന്നുമില്ല. കണ്ടോ, ഇവിടെ ഈ ഒരു ഇതള് ഫുള്ള് ഉള്ളിൽ, ഈ ഒരു ഇതള് ഫുള്ളായിട്ട് പുറത്ത്. കണ്ടോ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതിങ്ങനെ ഇതിന് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിന് ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിന് ഓവർലാപ്പ്, അങ്ങനെ ഓർഡർ ഉണ്ടാവും. ഇവിടെ ഒരു ഓർഡർ ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഒക്കെ ഒരു വലിയൊരു മുത്തപ്പം നിൽക്കണുണ്ടോ, സ്റ്റാൻഡേർഡ്. അതിന് 2 ചിറക് പോലത്തെ ഈ 2 സൈഡിലുണ്ടോ വിങ്സ്. ഏറ്റവും ലാസ്റ്റ് 2 ആൾ ഫ്യൂസ് ചെയ്ത് നിൽക്കണുണ്ടോ, ഈ 2 കീൽ എന്നാ പറയുക. ഓരോന്നിനും ഓരോ പേരുണ്ട്. സ്റ്റാൻഡേർഡ്, വിങ്സ്, കീൽ. ഓക്കെ, പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ പേരില്ല. എടാ അത് 100% ഉറപ്പാട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്നും വരാതെ പരീക്ഷ ഒരിക്കലും പോകില്ല. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളെ മോഡലിനും കൂടി വന്നിരുന്നു. ഓക്കെ, ഇനി പബ്ലിക്കിനും വരും, സെയിം ക്വസ്റ്റ്യൻ വരും. പ്ലാസന്റേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾ ഓൺ ഓവറി. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്, അതിൻ്റെ 5 ടൈപ്പാണ്. 5 എക്സാമ്പിളും പഠിച്ചാൽ മതി. മാർജിനൽ, ആക്സിയൽ, പരൈറ്റൽ, ഫ്രീ സെൻട്രൽ, ബേസൽ. എടാ ഇതാ പേര് ഓർഡറിൽ: മാർജിനൽ, ആക്സിയൽ, പരൈറ്റൽ, ഫ്രീ സെൻട്രൽ, ബേസൽ. പരീക്ഷയ്ക്ക് എങ്ങനെ വരിക? 5 ചിത്രം തരും, ഒരു 3-4 ചിത്രം തരും. ഇതിന് അതിൻ്റെ പേര് എഴുതാണ്ടാവും, അതിൻ്റെ എക്സാമ്പിൾ എഴുതാണ്ടാവും. പരിപാടി കഴിഞ്ഞു. ഓരോന്നിന് എക്സാമ്പിൾ: മാർജിനലിന് എക്സാമ്പിൾ പി, ആക്സിയലിന് എക്സാമ്പിൾ ടൊമാറ്റോ, ചൈന റോസ്, സിമ്പിൾ. പരൈറ്റൽ മൂന്നാമത്തതാ, ഈ സാധനത്തിന് എക്സാമ്പിൾ മസ്റ്റാർഡ്, ആർജിമോൺ. ഫ്രീ സെൻട്രൽ ഡയാന്തസ്, പ്രിംറോസ്. ബേസലിന് എക്സാമ്പിൾ സൺഫ്ലവർ, മാരിഗോൾഡ്. ഒന്ന് പോസ് ചെയ്ത എക്സാമ്പിളും പേരും പഠിച്ചു പോയിക്കോ, നഷ്ടം വരില്ല. 3 മാർക്കിന് അടിക്കാൻ ചാൻസ് ഉണ്ട്. 3 മാർക്കിന്, ഏറ്റവും കുറഞ്ഞ 2 മാർക്കിന് വരെ. എടാ മക്കളെ ഇത് നോക്കടാ, ഫ്രൂട്ട്സിൻ്റെ നമുക്ക് നോക്കാം. മാങ്ങക്കും തേങ്ങക്കും ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കേണ്ട പേര് ഡ്രൂപ്പ് എന്നാണ്. മാങ്ങയും തേങ്ങയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൂപ്പ്. അടുത്തൊരു പോയിന്റാണ്, വാട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ കൂടിച്ചേരാതെ, സ്പേമും ഓവും ഒന്നും കൂടിച്ചേരാതെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുമോ സാർ? ഉണ്ടാവും. ബനാനൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. സീഡ്ലെസ് ഒക്കെ ആയിരിക്കും അത്. ഓക്കെ, ജസ്റ്റ് പഠിച്ചു വെച്ച് ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതായത് ഫ്രൂട്ടിൻ്റെ ഒരു ചിത്രമാണ്, അതിൻ്റെ മാർക്കിങ്സ് ചിലപ്പോൾ വരാം. ഫ്രൂട്ടിൻ്റെ ലേയേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്: എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. കണ്ടോ, ആ ലേയേഴ്സ് ഒന്ന് നോക്കി വെക്കാം. ഇതിൽ മാങ്ങൻ്റെ മീസോകാർപ്പാണ് നമ്മൾ തിന്നുക അല്ലേ, ഫ്ലഷ്. എന്നാൽ തേങ്ങയിലൊക്കെ മീസോകാർപ്പ് പറഞ്ഞാൽ ചകിരിയാണ് വരിക. ചകിരി കേട്ടോ, ചകിരി. ഓക്കെ, നെക്സ്റ്റ് എടാ, മോണോകോട്ട് സീഡിൻ്റെ ഈ ചിത്രം. ഇത് വരാത്തൊരു പരീക്ഷയും കടന്നു പോകാൻ ചാൻസ് ഇല്ല. മോണോകോട്ട് സീഡിൻ്റെ ചിത്രമാണ്. ഇതിന് ഈ വലിയൊരു ഉൾഭാഗം കണ്ടോ, എൻഡോസ്പേം. വെരി ഇമ്പോർട്ടൻറ്റ്. എൻഡോസ്പേം എന്നുള്ള ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ക്യൂട്ടൽ ഉണ്ടല്ലോ, സ്ക്യൂട്ടല്ലം, അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇതിൻ്റെ കോട്ടിലിഡൻ. പരീക്ഷയ്ക്ക് വരാറുണ്ട്. മോണോകോട്ട് സീഡിൻ്റെ കോട്ടിലിഡൻ എന്താ വിളിക്കുക? സ്ക്യൂട്ടല്ലം. ഓക്കെ, പിന്നെ ഈ മാർക്കിങ്സ് ഒക്കെ അല്യൂറോൺ ലെയർ, പ്ലിമ്യൂള്, കോളിയോപ്റ്റൈൽ, റാഡിക്കൽ, കോളിയോറൈസ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരും, നോക്കിക്കോ. പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ടുള്ള ലെയർ കോളിയോപ്റ്റൈൽ, റാഡിക്കലിനെ കവർ ചെയ്തിട്ടുള്ള ലെയർ കോളിയോറൈസ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. സിമ്പിൾ ഏരിയ. എടാ നോക്കടാ, ലാസ്റ്റ് ഭാഗം സൊളനേഷ്യ ഫാമിലി. അതിൻ്റെ ഫോർമുല ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേ.
ഒന്നും നോക്കണ്ട, ജസ്റ്റ് അതങ്ങ് കാണാതെ എഴുതാൻ പഠിച്ചാൽ മതി. 2 മാർക്കിന് നേരെ അങ്ങ് വരാം. അതിൻ്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്, സൊളനേഷ്യ ഫാമിലിയിലുള്ളവരെ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട് ടൊമാറ്റോ, ബ്രിഞ്ചാൾ. സൊളനേഷ്യ ഫാമിലിയിലുള്ളവരെ സ്പൈസായിട്ട് ഉപയോഗിക്കാറുണ്ട് ചില്ലി. മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ബെല്ലഡോണ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ പോയിന്റ് വെച്ച് മാത്രം പഠിച്ചു വെക്കുക. ഈ ഫോർമുല ഇതേപോലെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഈ ഫോർമുലയിൽ ഓരോ സിമ്പൽ എന്താണെന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നോ? ഇങ്ങനെ വട്ടിട്ട് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമ്മട്രി, നമ്മൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചുള്ള. പെർസെൻറ്റേജ് പോലെട്ട സൈഗോമോർഫിക്, അതായത് ബൈലാട്രൽ സിമ്മട്രി. കെ കാലിക്സ് ആണ്, സി കൊറോള, എ ആൻഡ്രീഷ്യം, ജി ഗൈനീഷ്യം. ഓക്കെ, ഈ ഗൈനീഷ്യത്തിൻ്റെ അടിയിൽ വരട്ടാൽ എന്താ അറിയോ? ഹൈപ്പോഗൈനസ്, സുപ്പീരിയർ ഓവറി. ഓക്കെ, അടിയിൽ വരട്ടാൽ നോക്കിയേ, ഗൈനീഷ്യത്തിൻ്റെ അടിയിലൊരു വരട്ടുണ്ടോ സാറ്? സുപ്പീരിയർ ഓവറി എന്ന് വയ്ക്കുക. എന്താ നേരത്തെ നമ്മൾ ചിത്രത്തിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടാലോ? ബൈസെക്ഷൽ ഫ്ലവർ, ആണും പെണ്ണും ഉള്ള ഫ്ലവർ, അതാണ് ഉദ്ദേശം. ഓക്കെ, മതിയടാ മക്കളെ. മോർഫോളജിയിൽ ഇത്രയും കാര്യങ്ങൾ വെടിപ്പായിട്ട് പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു.